വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമായ പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പനീർ ഒരു 200 ഗ്രാം, ഒരു വലിയ ഉള്ളി, തക്കാളി 4 എണ്ണം, പിന്നെ ബട്ടർ ഒരു 4 ടേബിൾ സ്പൂണ്, ഒരു 12 കാഷ്യൂ നട്ട്സ്, ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ, 4 ഏലക്ക, 5 ഗ്രാമ്പൂ, ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള സിനമൺ സ്റ്റിക്ക്, ഹാഫ് ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. റെഡ് ചില്ലി പൗഡർ നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു ഗ്രീൻ ചില്ലി ഇട്ടിട്ടുള്ളൂ, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഞാൻ ഇവിടെ പുളിയില്ലാത്ത തൈര്, കട്ട തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതുപോലെ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടാം. നല്ലോണം വഴട്ടേണ്ട ആവശ്യമില്ല, നമ്മളിത് വെള്ളത്തിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും ഇതിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടാം. കാഷ്യൂ നട്ട്സ്, പിന്നെ ഗ്രാമ്പൂ, ഒരു സിനമൺ സ്റ്റിക്ക്, പിന്നെ ഏലക്ക തൊലി കളഞ്ഞ് ഇവയെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായി വഴട്ടാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ചെറുതായി വഴട്ടാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിത് വേവിക്കാം. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. പനീർ വഴറ്റിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബട്ടർ പാനിലേക്ക് ഇടാം. പനീർ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു യെല്ലോ കളർ ആവുന്നത് വരെ വഴറ്റാം. പനീർ വഴറ്റിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അതേ പാനിലേക്ക് തന്നെ വീണ്ടും ബട്ടർ ഇടാം. നമുക്കൊന്ന് ജീരകം പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ച ഉള്ളി തക്കാളി മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഇളക്കാം. മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഇത് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാവുന്നതാണ്. പനീർ ബട്ടർ മസാല നിങ്ങൾക്ക് ചപ്പാത്തിക്കൊപ്പമോ ചോറിന്റെ ഒപ്പമോ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നെക്സ്റ്റ് വീക്കിൽ കാണാം. ബൈ.